ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു നല്ലൊരു കുട്ടി സ്റ്റോറിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം അല്ലേ? ക്യാപ്ഷൻ ഇതാണ്: മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഒരിക്കൽ ഒരു കാക്ക തൻ്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടനായിരുന്നു. പക്ഷേ ഒരു ദിവസം അവൻ ഒരു അരയന്നത്തെ കണ്ടു. അരയന്നം എത്ര വെളുത്തതാണ്, ഞാൻ എത്ര കറുത്തവനും, കാക്ക ചിന്തിച്ചു. അവൻ അരയന്നത്തോട് പറഞ്ഞു, നീയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. അരയന്നം മറുപടി നൽകി, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഒരു തത്തയെ കണ്ടപ്പോൾ അതിൻ്റെ 2 നിറങ്ങൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ തത്തയാണ് ഏറ്റവും സന്തോഷമുള്ള പക്ഷിയെന്ന് ഞാൻ കരുതുന്നു. ഇത് കേട്ട കാക്ക തത്തയുടെ അടുത്തേക്ക് പറന്നുപോയി. കാക്ക തത്തയോട് പറഞ്ഞു, നീയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി അല്ലേ എന്ന് ചോദിച്ചു. തത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ ഞാൻ ഒരു മയിലിനെ കാണുന്നതുവരെ, മയിലിനെ കണ്ടതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്ക് വെറും 2 നിറമേ ഉള്ളൂ, പക്ഷേ മയിലിന് എത്രയോ നിറങ്ങളുണ്ട്. ഇത് കേട്ട കാക്ക അത്ഭുതപ്പെട്ടു. അങ്ങനെ കാക്ക പറന്ന് ഒരു മൃഗശാലയിലെത്തി. അവിടെ നോക്കുമ്പോൾ മനോഹരമായി മയിൽ നിൽപ്പുണ്ട്. കാക്ക പറന്ന് മയിലിൻ്റെ അടുത്തെത്തി. അവിടെ മയിലിനെ കാണാൻ 100 കണക്കിന് ആൾക്കാർ തടിച്ചു കൂടിയിരിക്കുന്നു. ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കാക്ക മയിലിനോട് ചോദിച്ചു, മയിലേ, നീ എത്ര സുന്ദരനാണ്, ആയിരക്കണക്കിന് ആളുകൾ നിന്നെ കാണാൻ വരുന്നു. അപ്പോൾ നീയായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇത് കേട്ട മയിൽ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സൗന്ദര്യം കാരണം ഈ കൂട്ടിൽ തടവുകാരനാണ്. എന്നാൽ കാക്കകളെ ആരും കൂട്ടിലിടാറില്ല. നീ എവിടെ വേണമെങ്കിലും സ്വതന്ത്രനായി പറന്നു നടന്നു സന്തോഷിക്കാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുകയാണ്, ഞാനൊരു കാക്കയായിരുന്നു എങ്കിൽ എത്ര നന്നായേനെ എന്ന്. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്: നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കി സങ്കടപ്പെടാറുണ്ട്. അവരുടെ പണവും സൗന്ദര്യവും കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വെറുക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നാം കാണുന്നില്ല. നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിൽ സന്തോഷിക്കുക, കാരണം നിങ്ങൾ മറ്റൊരാളുടെ സ്വപ്നമായിരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, കമ്പാരിസൺ. മറ്റുള്ളവരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നത് വലിയൊരു ആപത്താണ്. അടുത്ത വീട്ടിലെ ഒരു വ്യക്തിക്ക് ഒരു കാറുണ്ടെങ്കിൽ അതുപോലുള്ള ഒരു കാറ് നമുക്ക് നേടണം എന്നുള്ളത് തെറ്റൊന്നുമല്ല. അത് നമുക്കൊരു ലക്ഷ്യബോധമായിരിക്കും. പക്ഷേ അതേപോലെ നമ്മൾ ആകണം എന്നുള്ള തെറ്റായ ചിന്താഗതിയാണ് നമ്മളെ അല്ലാതെയാക്കുന്നത്. മറ്റുള്ളവർ എങ്ങനെയോ ജീവിച്ചോട്ടെ, നമ്മളായി ജീവിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും വലിയ ഒരു പരിഹാരമായി തീരും. മിക്ക ആളുകളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കമ്പാരിസൺ. സ്വയം താരതമ്യം ചെയ്യാതെ നമുക്കുള്ളതിൽ സന്തോഷിച്ച് സന്തോഷകരമായ ജീവിതം നയിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ ആനന്ദകരമായ ജീവിതം. അല്ലാതെ മറിച്ച് നമ്മൾ അവനെപ്പോലെ ആയിത്തീരണം അല്ലെങ്കിൽ ഇവനെപ്പോലെ ആയിത്തീരണം എന്നാണ് നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവുകയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മളായി ജീവിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അന്താളവുമില്ലാതായി പോവും. നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഉള്ള ജീവിതത്തിൽ സന്തോഷകരമായി ജീവിച്ചു തീർക്കുവാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: നമ്മളുടെ മുകളിലുള്ളവനെ നോക്കാതെ നമ്മുടെ താഴെയുള്ളവരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ദൈവം തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാകും. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മളുടെ മുകളിലുള്ളവരെയല്ല,
നമ്മളുടെ താഴെയുള്ളവരെ നോക്കുകയാണെങ്കിൽ ഇതിൽ എത്രയോ അധികം അനുഗ്രഹം എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വരും. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, അതായത് നമ്മളിൽ ഉള്ളത് വെച്ച് സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി തീർക്കുവാൻ നമുക്ക് സാധിക്കും. മറിച്ച് മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല. ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല കുട്ടി സ്റ്റോറിയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങളോട് വിട പറയുന്നു. നന്ദി, നമസ്കാരം.